ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അങ്ങനെ ഒരു ഇന്റർവെല്ലിന് ശേഷം ഞങ്ങൾ വീണ്ടും എത്തി ഗൈസ്. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വേറെ എവിടെയല്ല, നമ്മുടെ സ്വന്തം ആലപ്പുഴന്റെ മുഞ്ചി കാണാനാണ്. ഇന്ന് നമ്മളെ കേരളത്തിലെ ടൂറിസ്റ്റ് പ്ലേസസ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയേ. അതിലെ വൺ ഓഫ് ദി മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് നമ്മുടെ ആലപ്പി. അപ്പൊ നിങ്ങൾ റെഡി അല്ലേ ഗൈസ്? നമുക്ക് നല്ല കുട്ടനാടൻ കാഴ്ചകൾ കണ്ടുവരാം. അപ്പൊ ഇതൊരു 4 hours ജേണി ആയതുകൊണ്ട് നമ്മള് ഷിക്കാര ബോട്ടിലാണ് പോണത് കേട്ടോ ഗൈസ്. അങ്ങനെ നമ്മൾ ഷിക്കാര മൂവ് ചെയ്ത് തുടങ്ങി. സത്യം പറഞ്ഞ ഞാൻ ആകെ ത്രില്ഡാണ്. എന്താ അറിയോ, ഞാൻ ആലപ്പുഴ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. പിന്നെ അത് മാത്രല്ല, ഇവിടെ ഇങ്ങനെ ചുറ്റും നോക്കുമ്പോഴേ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ. എന്താ പറയാ, ഫീലിംഗ് കൂൾ. വേറെ ഒന്നും പറയാനില്ല. ഇവിടെ വന്നാൽ മാത്രം അനുഭവിക്കാൻ പറ്റുന്ന, എന്നാൽ എത്ര കണ്ടാലും തീരാത്ത ഒരുപാട് കാഴ്ചകളുണ്ട്. വാവ്, നല്ല കിടിലൻ വ്യൂ ആണ് അല്ലേ? പക്ഷെ നല്ല വെയിലാണ് ഗൈസ്. ഞങ്ങളിവിടെ ബോട്ടിൽ കയറുമ്പോൾ 12 മണിയായിട്ടുണ്ടല്ലോ. അപ്പൊ നിങ്ങളൊക്കെ കുട്ടനാട് കറങ്ങാൻ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏർലി മോർണിംഗിൽ എത്താൻ വേണ്ടി നോക്കുക. എന്നിട്ട് ഇവിടെ ഒരു 4 മണിക്കൂർ സ്പെൻഡ് ചെയ്യണം. നമ്മളെ മൈൻഡൊക്കെ അങ്ങോട്ട് കൂളാവും. നമ്മൾ ആ ഡേ തന്നെ കളറാവും. ലൈഫിൽ കിട്ടുന്ന ഇങ്ങനെയുള്ള ബ്യൂട്ടിഫുൾ മൊമെന്റ്സ് ഒന്നും നമ്മൾ ഒരിക്കലും മിസ് ചെയ്യരുത്. എല്ലാം വന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണം. ഇവിടെ കുറേ കിളികൾ റെസ്റ്റ് എടുക്കുന്നത് കാണാം നമുക്ക്. പിന്നെ അവരിവിടെ ഇരുന്ന് ഈ കാഴ്ചകളൊക്കെ എൻജോയ് ചെയ്യാതിരിക്കാം. എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു ചെറിയ തോടെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവാണ് ഗൈസ്. എന്നാലും നല്ല നേച്ചർ ഫീലൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ ഒരുപാട് നല്ല അടിപൊളി റിസോർട്ട്സ് ഉണ്ട് കേട്ടോ. വന്ന് ഒരു 2 days ഒക്കെ സ്പെൻഡ് ചെയ്താൽ നല്ല രസമായിരിക്കും. നമുക്കൊരു ആലപ്പി ഡയറി തന്നെ ക്രിയേറ്റ് ചെയ്യാം. ഇതാ നമ്മളെ പോർട്ടബിൾ ഹോം. ഹൗസ് ബോട്ട് കാണുമ്പോഴൊക്കെ എനിക്ക് ഒരു വീടിങ്ങനെ മൂവ് ചെയ്ത് പോണ പോലെ തോന്നും. കണ്ടോ, അതിലാ ചേട്ടന്മാർക്ക് ഇന്ന് പെരുന്നാളാണ്. നല്ല ആഘോഷമാണ് അതില്. ഇവിടെ ഇങ്ങനെ വന്നൊരു ട്രിപ്പായി കണ്ട് എൻജോയ് ചെയ്തു പോകാൻ അടിപൊളിയാണ്. പക്ഷേ ഇവിടുത്തെ ലൈഫ്സ് അത്ര കളർഫുൾ ആവണമെന്നില്ല. എന്താ അറിയോ, ഇവർക്ക് ഇവിടെ നല്ല രീതിക്കുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. നമുക്ക് തോന്നിപ്പോവും ഇവിടെ എന്തൊരു ഭാഗ്യവാന്മാരാണ്, ഇവർക്ക് മോർണിംഗിൽ നല്ല വ്യൂ കണ്ടുണരാമല്ലോ. അതുപോലെ ഈവനിങ് ആകുമ്പോൾ എന്തൊരു നല്ല ഈവനിങ് ആയിരിക്കും ഇവർക്ക് കിട്ടുന്നത് എന്നൊക്കെ. അതെല്ലാം തോന്നലല്ല, ശരിയാണ്. പക്ഷെ അതിൻ്റേതായിട്ടുള്ള ലിമിറ്റേഷൻസ് കൂടിയുണ്ട്. അതിനെല്ലാം ഓവർകം ചെയ്തിട്ടാണ് ഇവരിവിടെ ഇത്രയും സമാധാനത്തോടെ ജീവിച്ച് മുന്നോട്ട് പോകുന്നത്. ഇവിടെ ഇങ്ങനെ ഒരുപാട് കുഞ്ഞു കുഞ്ഞു ഹോട്ടലുകളുണ്ട് കേട്ടോ. അതിലൊക്കെ നല്ല അടിപൊളി നാടൻ ഫുഡാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് പുറത്തു പോകുമ്പോൾ നാടൻ ഫുഡ് കഴിക്കണതിനോട് താല്പര്യമൊന്നുമില്ല. പക്ഷെ ഇവിടുന്ന് കഴിക്കണം എന്നുണ്ടായിരുന്നു. കാരണം ഇവിടുന്ന് ഭയങ്കര ബിൽഡപ്പ് ഒക്കെ ഇട്ടിട്ടാണ് ഇവർ നമ്മളെ കൊണ്ടുപോവുക. അടിപൊളിയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവർ പറഞ്ഞ അതുപോലെ ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ ഇതാണ് ആ സ്ഥലം. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്ന്. ഇവിടെ ഞാൻ നിങ്ങൾക്ക് വേറൊരു സംഭവം കാണിച്ചു കേട്ടോ. നോക്ക്, കണ്ടോ, വേറെ ആരുമില്ല, നമ്മളെ പരുന്ത്.
ഗൈസ് അതിന്റെ ബോഡി നോക്കി എന്തൊരു ക്ലീൻ ആണ്. എല്ലാരും ഇതിനടുത്ത് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്, എല്ലാവരുടെ അടുത്തേക്കും വരുന്നുണ്ട്. പാവം ഒരു കുഞ്ഞു പാവനെ പോലെ എന്റെ തോളിലൊക്കെ വെച്ചെന്നുണ്ടായിരുന്നു ഫോട്ടോ എടുക്കാൻ. എനിക്ക് പേടിയൊക്കെ ആണ്, പക്ഷെ എന്നാലും ഒരു രസം. ഇവിടെ ഹൗസ് ബോട്ടിൽ ഇരുന്നാലും ഇനി ഷിക്കാരയിലാണേലും വേറെ ഏതിലാണെങ്കിലും നിങ്ങൾക്ക് ഇവിടെ ഇരുന്നൊരു മൂവി കാണുന്ന പോലെ ഇവിടുത്തെ ലൈഫ് ശരിക്കും കാണാൻ വേണ്ടി പറ്റും. ഒരു കൂട്ടം ആൾക്കാരുടെ ലൈഫിന്റെ രണ്ട് ഭാഗമാണ് നമ്മൾ കണ്ടു പോകുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഭാഗം, ട്രാജിക് ആയിട്ടുള്ള വേറൊരു ഭാഗം. ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ ലൈഫ് ബാലൻസ് ചെയ്ത് സമാധാനമായിട്ട് ജീവിക്കുന്ന ആൾക്കാര്. ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, നമുക്ക് എന്തൊക്കെ ഇല്ല എന്നുള്ളത് വിട്ടിട്ട് നമുക്ക് എന്തൊക്കെ ഉണ്ട് എന്നുള്ളതിൽ സന്തോഷം കണ്ടുപിടിക്കാൻ നോക്കിയാല് പിന്നെ ലൈഫ് ഭയങ്കര ഈസി ആയിരിക്കും അല്ലേ. ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലൊക്കെ ഹാപ്പി ആയാലേ നമ്മൾ ചില വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ മറന്നു പോകും. അതല്ലേ ഗൈസ് നല്ലത്. അടുത്ത ഹൗസ് ബോട്ട് വരുന്നുണ്ട് മക്കളെ, നല്ല കിടിലൻ സാധനം കണ്ടോളൂ. പിന്നെ ഇവിടെ വേറൊരു സംഭവം ഉണ്ടായിട്ടോ. ഈ കാക്ക സ്പീഡ് ബോട്ടായിട്ട് ജസ്റ്റ് ഒരു അഡ്വഞ്ചർ റൈഡിന് വേണ്ടി നമ്മൾ അട്രാക്ട് ചെയ്യിപ്പിക്കാണ്. അപ്പോൾ ഞങ്ങൾ അടുത്തോട്ട് വരിക. അപ്പോൾ അത് കണ്ടപ്പോൾ എൻ്റെ അനിയന് ചാടണം, ഓനതിൽ പോയേ പറ്റൂ, ഉമ്മ ആണെങ്കിൽ വിടൂല. അങ്ങനെ ഓന് നിങ്ങൾക്ക് എന്താ ഞാൻ പോയാലും എന്നൊക്കെ പറഞ്ഞ് കുറേ നിന്ന് തുള്ളി, പക്ഷെ ഉമ്മ വിട്ടില്ല ഗൈസ്. ഉമ്മക്ക് പേടിയാണ്. പിന്നെ അത് മാത്രല്ല, ഓനെ വിട്ടു കഴിഞ്ഞാൽ എന്താ അറിയോ, ഓനെ ആ കഥ പറഞ്ഞ് പിന്നെ ഒരു വർഷം തള്ളും. നല്ല ഒന്നാന്തരം തള്ളിസ്റ്റാണ് ഗൈസ്. നിങ്ങൾക്ക് ഇതുപോലത്തെ സിബ്ലിങ്സ് ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യട്ടോ, വെറുതെ രസല്ലേ. ഹൈവ ഇത് കണ്ടോ, എന്തൊരു ഫ്ലോ ആണ്. ഈ വേൾഡ് ഒരു സംഭവമാണല്ലേ ഗൈസ്, എന്തൊക്കെ കാണണം. ഈ സീനെല്ലാം കാണുമ്പോ ഉണ്ടല്ലോ ഏതൊക്കെയോ കുറെ മൂവീസ് ഒക്കെ എന്റെ കണ്ണിൽ ഇങ്ങനെ മിന്നി മറിയുന്നുണ്ട്. നിങ്ങക്ക് ഓർമ്മ വരുന്നുണ്ടാവൂലേ? അങ്ങനെ ഏകദേശം ഈവനിങ് ആയി തുടങ്ങി. ഇനി നമ്മളിവിടെ നിന്ന് തിരിക്കാൻ കേട്ടോ, നമ്മളെ ടൈമും കഴിഞ്ഞു തുടങ്ങി. സത്യം പറഞ്ഞ നല്ലൊരു മലയാള സിനിമ കണ്ട് തിരിച്ചു പോകുന്ന പോലെയാണ് എനിക്ക് ഇവിടുന്ന് പോകുമ്പോൾ ഫീൽ ചെയ്യുന്നത്. പിന്നെ നമ്മളിവിടെ ഹൗസ് ബോട്ടുകളൊക്കെ നോക്കി നോക്കി പോകുമ്പോൾ അതിൻ്റെ ഇടയിൽ ഇതുപോലെ പോകുന്ന കുഞ്ഞു തോണിക്കാരും നല്ല വൈബാണ് കേട്ടോ. അതിൻ്റെ ഇടയിലാണ് ഇന്നൊരുങ്ങി ഈ കല്യാണത്തിന് പോണ് ആർഭാടത്തിന് ഒരു കുറവും വരുത്താത്ത നമ്മുടെ ശിക്കാരമോനും നിങ്ങൾ ശ്രദ്ധിക്കാൻ മറക്കരുത് കേട്ടോ. വീണ്ടും നമ്മളെ ഹൗസ് ബോട്ട് തന്നെ വരികയാണ്. അതിൻ്റെ ഇടയിലൂടെ നമുക്ക് ചുറ്റുള്ളതൊന്നും കാണാൻ പറ്റൂല, വേറെ ഒരു ബോട്ടും. ഹൈവ ഇത് മാത്രമേ എനിക്ക് പറയാൻ പറ്റുന്നുള്ളൂ. എന്തൊക്കെയോ ഇങ്ങനത്തെ വ്യൂസ് ഒക്കെ കാണുമ്പോൾ എനിക്ക് കുറേ സംസാരിക്കണമെന്നുണ്ട്, പക്ഷെ ഒന്നും വരുന്നില്ല. എല്ലാവരും തിരിച്ചു പോവാ തോന്നുന്നു. എന്ത് രസാലേ കാണാന്. ആ കാണുന്നത് എന്താ അറിയോ, അതാണ് നമ്മുടെ ആലപ്പുഴയിലെ വൺ ഓഫ് ദി ഫേമസ് ഓക്സിജൻ റിസോർട്ട്. ഇത് ഫുൾ സെറ്റാണ് കേട്ടോ. നമ്മൾ ഇതിൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, നേരിട്ട് പോയിട്ടില്ല, പക്ഷെ നല്ല നല്ല രസമുണ്ട്. അപ്പൊ ഗൈസ് നമ്മുടെ 4 hours ജേർണി ഇവിടെ എൻഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മൾ തിരിച്ചെത്തി തുടങ്ങി ഗൈസ്.
അപ്പോൾ അടിപൊളിയല്ലേ, സംഭവമൊക്കെ കളറായില്ലേ, എല്ലാം കണ്ടു നമ്മൾ. പക്ഷേ നല്ല ചൂടും വെയിലൊക്കെ ഉള്ള ടൈം ആയതുകൊണ്ട് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന അത്ര തന്നെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഗൈസ്. കാരണം എനിക്ക് ഇത്ര പൊള്ളുന്ന ചൂടും വെയിലൊന്നും എനിക്കിഷ്ടമല്ല. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നേരം വെളുക്കുന്ന ആ ഒരു ടൈമിലാണെന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ മാക്സിമം അങ്ങനത്തെ ടൈം ചൂസ് ചെയ്യാൻ വേണ്ടി നോക്കുക കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ ഇനിയും വരും. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.